ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പിന്നീട് പറയും. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. ഷബ്ന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിയിട്ടുണ്ട്, മറ്റു നടപടികളുമുണ്ട്. ഷബ്ന, എന്താണ് വിവരങ്ങൾ? ജാമ്യാപേക്ഷയിൽ രാവിലെ തന്നെ വിധി പറയും എന്നായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ ആദ്യം വ്യക്തമാക്കിയിരുന്നത്. കേസിൻ്റെ ലിസ്റ്റ് ചെയ്തിരുന്നതും അത്തരത്തിലാണ്. എന്നാൽ ഇപ്പോൾ കോടതി കയറുകയും അതോടൊപ്പം തന്നെ കോടതി വിഷയം പരിഗണിച്ച് പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദം പൂർത്തിയാക്കി വിധി പറയാൻ വെച്ചതാണ്. 3 പേരുടെ ജാമ്യാപേക്ഷയാണ്. പത്മകുമാർ, അതോടൊപ്പം തന്നെ ഗോവർദ്ധന്, മറ്റൊന്ന് മുരാരി ബാബു. ഇവരുടെ 3 പേരുടെ ജാമ്യാപേക്ഷയിലാണ് വിധി പറയാൻ മാറ്റിയിരുന്നത്. വിജിലൻസ് കോടതി, അതായത് കൊല്ലത്തെ വിജിലൻസ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് SIT വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ 3 പ്രതികളും പറയുന്നത് തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല, നിരപരാധികളാണ്, ജാമ്യം നൽകണം എന്നൊരാവശ്യമായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ വിധി വരാനും സാധ്യതയുണ്ട്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.